ഹലോ, നമസ്കാരം. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിലിപ്പീൻസിലെ നല്ലൊരു ടേസ്റ്റിയായ നൂഡിൽസ് ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതിൻ്റെ പേരാണ് പാൻസിൽ ബിഹോൺ. പേര് കേട്ടാൽ ഞെട്ടൊക്കെ ചെയ്യും, പറയാനും കുറച്ച് ഇടങ്ങറുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. കാബേജ് നീളനെ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും നീളനെ അരിഞ്ഞ് വെച്ചത്, പച്ചമുളകും ക്രോസ് ആയിട്ട് അരിയുക, വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുക, സവാള, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ മാഗി ക്യൂബ്, സോയാ സോസ്, ഡാർക്ക് സോയാ സോസ്, മറ്റേ സോയാ സോസിൻ്റെ പേരാണ് ഓയ്സർ സോയാ സോസ്. ഇത് എന്നീ സാധനങ്ങളും, പിന്നെ 1/2 കിലോ ചിക്കൻ, ഒരു പാക്കറ്റ് ബിഹോൺ എന്ന് പറഞ്ഞ നൂഡിൽസിലേക്ക്, നൂഡിൽസ് എല്ലാം ഒരു റൈസ് വെർമിസെല്ലി പോലത്തെ ഒരു സംഭവം തന്നെയാണ്. അതിലേക്ക് വേണ്ടത് 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ കഴുകി വാര വെച്ചതും, പിന്നെ അതിലേക്ക് നമ്മുടെ ബീൻസ് പേരിക്കൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ നമ്മുടെ വീട്ടിൽ അത് ക്രോസ് ആക്കിയിട്ട് അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു ചെറിയ ഉരുളി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 3 ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച്, നിങ്ങളെന്നെ അരിഞ്ഞ് വെച്ച് കണ്ടില്ലേ, ക്യാരറ്റ് അരിഞ്ഞ രീതി നിങ്ങൾ കണ്ടല്ലോ. അരിഞ്ഞ് വെച്ച ക്യാരറ്റ് നല്ല വാടേണ്ട, എന്നാൽ വളച്ചാൽ പൊട്ടി പോവുകയും ചെയ്യരുത്. അങ്ങനത്തെ രീതിയിൽ വേണം വാരിക്കോരാൻ, വയറ്റിയിട്ട് കോരിയെടുക്കാൻ. അപ്പം അതൊക്കെ എല്ലാതും നന്നായിട്ട് കോരിയെടുത്തതിന് ശേഷം നമ്മൾ കണ്ടില്ലേ, കളർ കണ്ടില്ലേ, അതിലേക്ക് നമ്മളെ അരിഞ്ഞു വെച്ച സവാള എടുത്തിടാം. സവാള ഞാൻ അരിഞ്ഞത് കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്, ഇത്ര കട്ടിയൊന്നും വേണ്ട. നന്നായി കനം കുറച്ച് അരിയുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ അതിലേശം പച്ചമുളക് നമ്മുടെ നാട്ടിലൊക്കെ വേണമല്ലോ, പക്ഷേ അവരുടെ സാധാരണ ഫിലിപ്പീൻസിൽ പച്ചമുളകൊന്നും ഇടാറില്ല, എന്നാലും നമ്മൾക്ക് ഇടാം. പിന്നെ പച്ചമുളക് ഓപ്ഷനാണ്, കാരണം പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, എരിവില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചമുളക് വേണ്ട. പിന്നെ നമ്മളെപ്പോലെ കടുകിടില്ല അവർ, കറിവേപ്പില ഇടാം. നമ്മളെല്ലാത്തിലും കറിവേപ്പിലും കടുകൊക്കെ ഇടുമല്ലോ. പിന്നെ ഇനി അതിലേക്ക് ഇടേണ്ടത്, ആ സവള വയന്ന് വരുമ്പോൾ ചെറു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. അപ്പം നമ്മളിങ്ങനെ വഴറ്റുമ്പോൾ നല്ല സ്മെല്ല് വരും. ഒരു വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ താളിച്ചുണ്ടാവുന്ന ഒരു സ്മെല്ല്. എന്നാൽ അത്രക്ക് ഡാർക്ക് കളറും വെളുത്തുള്ളി ആവണ്ട. സവളയുടെ കളർ നിങ്ങൾ കണ്ടല്ലോ, ഇതേ പരിപാടി ഞാൻ പറഞ്ഞ ഗോൾഡ്, അല്ലാതെ ബ്രൗൺ അല്ല, ഒരു ഗോൾഡ് കളർ. ആ പിങ്കിൽ നിന്നും ഗോൾഡിലേക്ക് വന്ന കളർ ഉണ്ടല്ലോ, അതേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, 1/2 കിലോ ചിക്കൻ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. അതിങ്ങനെ ഇളക്കി വരുമ്പോൾ ഉണ്ടാവും നല്ലൊരു സ്മെല്ല്. ചിക്കനും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കൂടി കുഴഞ്ഞാലുണ്ടാവുന്നൊരു മണം ഉണ്ടല്ലോ, അതിങ്ങനെ വരുന്നു. പക്ഷെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടൊന്നും വേവിക്കുന്നില്ല കേട്ടോ, അത് നന്നായി വേവണം. നമ്മൾ കറിയിലത്തെ ചിക്കൻ വേവുന്ന പോലെ നന്നായി വേവണം. പക്ഷെ അത് വേവിക്കുന്നതും കുക്കറിലല്ല, ഗ്യാസിലിട്ടിട്ട് ഇങ്ങനെ ഉരുളിയിൽ തന്നെയാണ് വേവിക്കുന്നത്. അപ്പം നമ്മളതിലേക്ക് കണ്ടല്ലോ നമ്മൾ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴാണ് വെച്ചാൽ ആ ഉള്ളിയുടെ സ്മെല്ലും മണം, നമ്മളെ സ്മെല്ലും മണമൊക്കെ ഒന്ന് തന്നെ എനിക്കറിയാം. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. പക്ഷേ സോയാ സോസ് ഒഴിക്കുമ്പം അതിൻ്റെ ഒരു ഉപ്പും, പിന്നെ നമ്മൾ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, മാഗി ക്യൂബ് ഇടുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. പിന്നെ അതിലേക്ക് നമുക്ക് പാകത്തിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചത്, അത് ബ്ലാക്ക് പെപ്പർ തന്നെയാണ് വേണ്ടത്. കുരുമുളക് പൊടി ഇട്ടിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സോയാ സോസും, ഓയ്സർ സോയാ സോസും ഡാർക്ക് സോയാ സോസും ഇല്ല. അത് ഡാർക്ക് സോയാ സോസ് എന്ന് പറയുമ്പോൾ കുറച്ച് തിക്നെസ് കൂടില്ല. പിന്നെ ഓയ്സർ സോയാ സോസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലിക്വിഡ് ടൈപ്പ്, മീൻസ് ഒരു കട്ടില്ലാത്ത സംഭവമാണ്. ഇതൊക്കെ നമ്മളുടെ മാളുകളിൽ നെസ്റ്റോ, ലുലു അങ്ങനെയൊക്കെ പോയാൽ കിട്ടും, ഹൈപ്പർ മാർക്കറ്റുകൾ കിട്ടുന്നുണ്ട്, ചോദിച്ച് മേടിക്കാൻ. ഗൾഫിലാണെങ്കിലും കിട്ടുന്നുണ്ട്, നാട്ടിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മളൊരു ലേശം, ഇപ്പോൾ 3 ടീസ്പൂൺ രണ്ടും എടുത്തിട്ട് നമ്മൾ കുറച്ച് 3 ടീസ്പൂൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മളതിൽ കുറച്ച് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് വേണം അതിനിങ്ങനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഈ ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ കൂട്ടിലേക്ക് ഇത് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി ഇങ്ങനെ വരുമ്പോൾ അപ്പം അതിലേക്ക് ഇരുന്നിട്ട് ഇച്ചിരി തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ട് 4 ഗ്ലാസ് വെള്ളം, ചിക്കൻ വേവേണ്ട വെള്ളം നിങ്ങൾക്കറിയാമല്ലോ, എന്നാലും അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാൻ അളന്ന് വെച്ചത് കൊണ്ടാണ് അങ്ങനെ ചെറിയ ബൗളിൽ വന്നത്. എന്നിട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് മൂടി വെക്കുക. പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറിയിലൊക്കെ ഇടുന്ന പോലെ വേവ് നോക്കാം. വേവ് നോക്കി വരുമ്പം ഇല്ലേ, അധികം നല്ല ഇങ്ങനെ പൊടിയും വേണ്ട, എന്നിട്ട് ഇങ്ങനെ കട്ടിയുള്ള ഇറച്ചൊക്കെ പൊടിയണം, നമ്മൾ നിൽക്കില്ല, അങ്ങനത്തെ പരുവായിട്ട് വരണം. പതുക്കെ ഇങ്ങനെ
തിളച്ചോട്ടെ. അധികം വലിയ തീയിലൊന്നും ആക്കി വെക്കണ്ട, കാരണം അടിയിൽ പിടിക്കാതെ വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ചിക്കന് നമ്മൾ നന്നായി വെന്തിങ്ങനെ വരുന്ന സമയത്താണ് നമ്മളുടെ അടുത്ത പരിപാടി. ഈ അരിഞ്ഞു വെച്ച പയറുണ്ടല്ലോ, നീളനരി വെച്ചത്, ഇതൊക്കെ കണ്ടോട്ടെ. ഇനി സാധനം ഏതാണെന്ന് എനിക്കും കറക്റ്റ് ഓർമ്മയിലിരിക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് പേര് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്ന സേമിയം, വെർമിസെല്ലി, ബിഹോൺ വെർമിസെല്ലി നൂഡിൽസ് അങ്ങനെയും പറയാം. എന്നിട്ട് നമ്മൾ ആ സോയ സോസിൻ്റെ ഇതിലിട്ട നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് പതുക്കെ നമ്മൾ പൊട്ടാത്ത രീതിയിൽ കോരിയെടുത്ത് വെക്കുക. കോരിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഈ പയർ അതിലേക്ക് ഇടാം. ഈ ബീൻസ് പയർ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ചിട്ട് വരുന്ന രീതിയിൽ, അത് നല്ല വേവ് വരുത്. ഒരു 2 മിനിറ്റ് ഫുള്ള് വേണ്ട, അതിങ്ങനെ വെന്ത് വരുമ്പോൾ അങ്ങനെ കളർ മാറുന്നില്ല, കണ്ടില്ലേ? അതിങ്ങനെ നമ്മൾ ഇതേപോലെ നേരത്തെ ക്യാരറ്റൊക്കെ കോരി വെച്ച പോലെ തന്നെ ഇതും കോരി വെക്കാം. എല്ലാതും എടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി ഇടാൻ പോകുന്ന സംഭവം എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഈ ബിഹോൺ എന്ന നൂഡിൽസാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. ഇത് നെസ്റ്റോയിലൊക്കെ കിട്ടും കേട്ടോ, നെസ്റ്റോ, ലുലു, അങ്ങനെ വലിയ വലിയ മാർക്കറ്റുകളിൽ പോയാൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ വേവുന്ന വരെ ഇങ്ങനെ നന്നായിട്ട് ഈ വെള്ളത്തിൽ തന്നെ, പിന്നെ വെള്ളം നല്ല തീരെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളിയും കൂടി സോയാ സോസ് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ പച്ചവെള്ളം നമുക്കിതിലേക്ക്, പച്ചവെള്ളത്തിനേക്കാളും നല്ലത് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാത്ത രീതിയിലും. പിന്നെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഉടക്കി ചെയ്തിട്ട് ഇത് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ നൂഡിൽസ് പൊട്ടും. പിന്നെ നല്ല സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച പോലെ ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ്. പിള്ളേർക്കൊക്കെ നല്ലതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണെങ്കിലും രാവിലത്തെ ഫുഡാണെങ്കിലും സ്നാക്സ് ആയിട്ട് കൊടുക്കണമെങ്കിലൊക്കെ മക്കൾക്ക് കൊടുത്തയക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ നൂഡിൽസ് ഒരു ചാക്കരിപ്പൊടി ഇല്ലേ, ചാക്കേരി നമ്മൾ ചോറ് വെക്കുന്ന റൈസ്, അതിനെപ്പോലത്തെ സംഭവമായിട്ടാണ്. അപ്പോൾ അത് ഏകദേശം വെന്തപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളെ ക്യാരറ്റ്, വൈറ്റ് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിയാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത്, ചിക്കൻ ഇട്ടാലും ഇങ്ങനെ കുത്തി ഉടക്കരുത്, നമ്മൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ, പൊടിയാത്ത രീതിയിൽ. കാരണം ഈ പീസ് ഇങ്ങനെ നന്നായി ഉടങ്ങുകയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ചിക്കൻ വെന്ത വെള്ളം, കാബേജ് എല്ലാം വെന്ത വെള്ളമാണല്ലേ, കാബേജ് എല്ലാം മീൻസ് ക്യാരറ്റ് എല്ലാം വെന്ത വെള്ളമല്ലേ, ആ ചിക്കൻ്റെ വെള്ളത്തിൽ ഇതൊക്കെ കൂടി കിടന്ന് വേവുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ ആ പുഴുങ്ങി വെച്ച ആ ബീൻസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും പതുക്കെ ഇളക്കണം കേട്ടോ, കാരണം ഈ നമ്മുടെ ഈ നൂഡിൽസ് കഷ്ണമായിട്ട് വരരുത്. ഇതിപ്പോൾ നമ്മൾ മേലേക്ക് പൊക്കിയ നൂല് പോലെ തന്നെ ഉണ്ടാവും. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാബേജ് നമ്മൾ ക്യാരറ്റൊന്നും ആക്കിയ പോലെ ചൂടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ പതുക്കെ അതെല്ലാം കൂടെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ല കളർഫുൾ ആയിട്ട് നല്ല രസമുള്ള കളറായില്ലേ. ഇതിപ്പോൾ എൻ്റെ ക്യാമറയിൽ എനിക്ക് നല്ല കളറായിട്ട് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടെ എനിക്ക് നേരിട്ട് നോക്കുമ്പോൾ നല്ല കളറുണ്ട്. എന്നിട്ട് നന്നായി കണ്ടില്ലേ, നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പതുക്കെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ വെള്ളം ഒഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടണ്ട, എന്തപ്പോൾ ഇത് സെപ്പറേറ്റ് വെള്ളം ഒഴിച്ചിരുന്നു. ആ വെള്ളം ഒഴിച്ചത് സോയ സോസൊക്കെ ഒഴിച്ച ആ ഒരു ചെറിയ കപ്പുണ്ടായിരുന്നു, അതിലേക്ക് ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചത്, വേസ്റ്റൊക്കെ കളയണ്ടല്ലോ. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ച് പതുക്കെ ഇങ്ങനെ കുടഞ്ഞെടുക്കുന്നുണ്ടല്ലേ. എന്താ രസം. എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ വീട്ടിൽ നിന്ന്. നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല സെറ്റായിട്ട് വരുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം ഇടും കറിവേപ്പിൻ്റെ എല്ലാം, മല്ലിച്ചേപ്പ്, ഇതൊക്കെ. പക്ഷേ ഇവരുടെ രീതിയിൽ സ്പ്രിംഗ് ഓനിയനാണ് ഇവരുടെ ഗാർണിഷ് ചെയ്യുന്ന സാധനം. എന്നിട്ട് എല്ലാവരും ഇതേപോലെ കഴിക്കുക, ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ മാളുകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നന്നായി പേരൊക്കെ നോക്കി വാങ്ങിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഇനി എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്, ചേരുവകളും കൂട്ടുകളും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിടുന്ന പുതിയ വീഡിയോകൾ കാണുക.